കുട്ടികളെ ഇന്ന് USS പ്രീ റിവിഷൻ സെക്കൻഡ് വോളിയം കേട്ടോ. ഫസ്റ്റ് വോളിയം ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് USSൻ്റെ സെക്കൻഡ് വോളിയം മുഴുവൻ പ്രീ റിവിഷനാണ്. ഇതിന് രണ്ടിനും ശേഷം നമ്മൾ മുഴുവനും കൂടി ചേർത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ഫസ്റ്റ് വോളിയത്തിലെ സെക്കൻഡ് വോളിയത്തിലെ മുഴുവനായിട്ട് നമ്മൾ ഒരു ഫൈനൽ റിവിഷനും കൂടി ചെയ്തിരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് നന്നായി ഉപകാരപ്പെടുമെന്ന് ടീച്ചർ കരുതുന്നു. അപ്പം നമുക്ക് സെക്കൻഡ് വോളിയത്തിലൂടെ ഒന്ന് കടന്നു പോകാം. വോളിയത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനാണ്. അതിനകത്ത് കുറച്ച് പ്രോപ്പർട്ടീസ് ടീച്ചർ ആദ്യം പറയാം. ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്പർ 1, എക്സ് റേസ് ടു എ പ്ലസ് എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബി ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എ പ്ലസ് ബി. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ. ഇതിനെ നമ്മൾ ബേസ് വാല്യൂ എന്ന് പറയും. ബേസ് വാല്യൂ സെയിം ആയിരിക്കുകയും ഈ മുകളിലുള്ള പവർ ഡിഫറെൻ്റ് ആവുകയും ചെയ്യുമ്പോൾ അവയുടെ ഗുണനഫലം, അവയുടെ പ്രോഡക്റ്റ് എടുക്കുന്നതിന് എന്ത് ചെയ്താൽ മതി? ബേസ് ഒരു തവണ എഴുതിയിട്ട് ആ പവറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ. എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബി ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എ പ്ലസ് ബി. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി ഇതാണ്. ഇൻറ്റുവിന് പകരം നമ്മൾ ഡിവിഷനാണ്. എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ എന്നാണ് ചോദ്യമെങ്കിൽ ഡിവിഷൻ വരുമ്പം പവറുകൾ തമ്മിൽ കുറയ്ക്കുക. എക്സ് റേസ് ടു എം മൈനസ് എൻ എന്ന് എഴുതണം. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ എം എപ്പോഴും ഗ്രേറ്റർ ദാൻ എൻ ആയിരിക്കണം. ഒരു പക്ഷേ എന്നിനേക്കാളും ചെറുതാണ് എം എങ്കിൽ നമ്മുടെ ആൻസർ എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എന്നിനേക്കാളും ചെറുതാണ് എം എങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതണം? എക്സ് റേസ് ടു 1 ബൈ എക്സ് റേസ് ടു എം മൈനസ് എൻ മൈനസ് എം എന്ന് എഴുതണം. ഓക്കെ, ഒരു ഉദാഹരണം കാണിച്ചാൽ എക്സ് റേസ് ടു 2 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 8 എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിന് എഴുതേണ്ടത് 1 ബൈ എക്സ് റേസ് ടു 8 മൈനസ് 2. വലുതിന്ന് ചെറുത് കുറയ്ക്കുന്ന പോലെ. അതായത് ഇവിടെ ഫസ്റ്റ് 1 ചെറുതും രണ്ടാമത്തെ വലുതുമാണെങ്കിൽ 1 ബൈ എന്ന് എഴുതുന്ന കാര്യം ഓർത്തോണം. നെക്സ്റ്റ് പ്രോപ്പർട്ടി നമ്പർ 3, എക്സ് റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്നൊരു പവറിൻ്റെ മുകളിൽ മറ്റൊരു പവർ വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതണം? എക്സ് റേസ് ടു എം ഇൻറ്റു എൻ എന്നാണ് എഴുതേണ്ടത്. ഉദാഹരണമായിട്ട് ഒരു 2 റേസ് ടു 3 ഓൾ റേസ് ടു 4 എന്ന് വന്നാൽ ആൻസർ ഈസ് 2 റേസ് ടു 3 ഇൻറ്റു 4, അതായത് 2 റേസ് ടു 12 എന്ന് വരും. പിന്നെ ഇതിനകത്തൊരു ബേസിക് കോൺസെപ്റ്റ് ഉള്ളത്, എനി നമ്പർ റേസ് ടു 0 എന്ന് വെച്ചാൽ അത് 1 ആയിരിക്കും. ഇപ്പോൾ 10 റേസ് ടു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അല്ലെങ്കിൽ ഒരു 64 റേസ് ടു 0 ദാറ്റ് ഈസ് ഈക്വൽ എനി നമ്പർ റേസ് ടു 0 എന്തായിരിക്കും? അത് 1 ആയിരിക്കും. അതുകൂടി ഓർത്തേക്കണം. ഇത് വെച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2 റേസ് ടു 98 പ്ലസ് 2 റേസ് ടു 98 പ്ലസ് 2 റേസ് ടു 98 പ്ലസ് 2 റേസ് ടു 98 ഈസ് ഈക്വൽ ടു, ഈ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കുക. 2 റേസ് ടു 98 എത്ര പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്? 1, 2, 3, 4 പ്രാവശ്യം. അപ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ 4 ഇൻറ്റു 2 റേസ് ടു 98 എന്ന് എഴുതുന്നതിൽ കുഴപ്പമില്ലല്ലോ. ദെൻ 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാമല്ലോ, ഇൻറ്റു 2 റേസ് ടു 98. നമുക്ക് ബേസ് സെയിം ആവുകയും പവർ ഡിഫറെൻ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം 2 റേസ്, അതും ഇൻറ്റു പ്രോഡക്റ്റ് ആവുന്നത്. അപ്പോൾ 2 റേസ് ടു 2 പ്ലസ് 98 എന്ന് എഴുതി ആൻസർ 2 റേസ് ടു 100 എന്ന് എഴുതാം. സോ അവർ ആൻസർ ഈസ് 2 റേസ് ടു 100. ക്ലിയർ അല്ലേ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിനാണ് 8 ഫാക്ടേഴ്സ് ഉള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഹാസ് 8 ഫാക്ടേഴ്സ്? അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ ഫാക്ടർ കണ്ടുപിടിക്കുന്ന ഇങ്ങനെ പവർ നമ്പർ, അതായത് ഫാക്ടേഴ്സ് പി റേസ് ടു എൻ ആണെങ്കിൽ ഫാക്ടർ ഈസ് എൻ പ്ലസ് 1 ആണ് കേട്ടോ. അപ്പോൾ പി റേസ് ടു എൻ ഇൻറ്റു ക്യൂ റേസ് ടു എം എന്നാണെങ്കിൽ ഫാക്ടർ കണ്ടുപിടിക്കുന്നത് എൻ പ്ലസ് 1 ഇൻറ്റു എം പ്ലസ് 1 എന്നാണ് കേട്ടോ. പവറുകൾ തമ്മിൽ പ്ലസ് 1 ചെയ്തിട്ട് ഇൻറ്റു ചെയ്താൽ മതിയോ. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫസ്റ്റ് 1 2 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 പ്ലസ് 1 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 27. അപ്പോൾ 8 ഫാക്ടർ അല്ല, ഫസ്റ്റ് 1 അല്ല എന്ന് മനസ്സിലായി. ഇതല്ല. അടുത്തത് എന്ത് ചെയ്യണം? ഇത് 2 റേസ് ടു 3
ഇൻറ്റു 3 3 പ്ലസ് 1 അടുത്തത് 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. 8 ഫാക്ടർ വന്ന ആർക്കാണ്? ഓപ്ഷൻ ബിക്കാണ് കേട്ടോ. ഇവിടെ 7 പ്ലസ് 1 1 പ്ലസ് 1 വരും. 8 ഇൻറ്റു 2 16 വരും. ഇവിടെ 8 പ്ലസ് 1 9 വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 4/2025? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ 4ൻ്റെ പവറുകൾ വരാൻ സാധ്യതയുള്ള നമ്പേഴ്സിൻ്റെ വൺസ് പ്ലേസിലെ നമ്പർ ആരാന്ന് നോക്കാം. 4/1 മീൻസ് 4 തന്നെയാണ്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 വരും. അപ്പോൾ വൺസ് പ്ലേസിൽ 6 വരും. 4 ക്യൂബ് എന്ന് വെച്ചാൽ 16 ഇൻറ്റു 6 അപ്പോൾ 64 വരും. ആ വൺസ് പ്ലേസിൽ 4 വരും. 4/4 നോക്കാം. ആ 4 ഇൻറ്റു 6 4 ചെയ്യണം. 4 4 16 6 വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു അടിസ്ഥാന തത്വത്തിലേക്ക് എത്താം. പവർ ഓഡ് നമ്പർ ആണെങ്കിൽ എല്ലാം എന്താണത്? 4 ആണ്. ഇവിടെയും ഓഡ് നമ്പർ വരുന്നിടത്ത് 4 ആണ്. ഈവൻ നമ്പർ ആണെങ്കിൽ 6 വരും. ഏത് ഈവൻ നമ്പർ ആണെങ്കിലും 6 വരും. അപ്പോൾ 4/2025 എന്ന് പറയുന്നത് ഓഡ് നമ്പർ അല്ലേ? 2025 ഓഡ് നമ്പർ ആണെങ്കിൽ ഓഡ് നമ്പറിൻ്റെ വൺസ് പ്ലേസിൽ ആരാ വരുന്നത്? 4 ആണല്ലോ. സോ അവർ ആൻസർ ഈസ് 4. ക്ലിയർ അല്ലേ? അടുത്തൊരു ചോദ്യം കൂടെ പറഞ്ഞേക്കാം. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇൻ ദ എക്സ്പ്രഷൻ 6 സ്ക്വയർ ഇൻറ്റു 2/4 ഇൻറ്റു 3 ആണ്. അപ്പോൾ പവറുകളുടെ കൂടെ +1 ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയെന്ന്. പക്ഷേ ശ്രദ്ധിച്ചോണം, ബേസ് നമ്പർ എപ്പോഴും എന്തായിരിക്കണം? ഒരു പ്രൈം ആയിരിക്കണം. അപ്പോൾ ഈ 6 പ്രൈം അല്ലല്ലോ, അതിനെ കൂടെ നമുക്ക് പ്രൈം ആക്കാം. 6നെ 2 ഇൻറ്റു 3 2 ഇൻറ്റു 2/4 ഇൻറ്റു 3 എന്ന് എഴുതാം. എഗെയിൻ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 2/4 ഇൻറ്റു 3/1. ഈ രണ്ട് 2 കൂടി ചേർത്താൽ 2/4 + 2 6 വരും. 3 സ്ക്വയറും 3/1 കൂടെ ഒന്നിച്ച് എഴുതാവേ. 3 സ്ക്വയറും 3/1 കൂടെ 2 1 3 3/3. നമ്മൾ പവർ കണ്ടുപിടിക്കുമ്പോൾ ഈ പവറിൻ്റെ കൂടെ +1 ആഡ് ചെയ്യുക. 6 + 1 ഇത് 3 + 1 7 ഇൻറ്റു 3 + 1 4 7 4 28. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി കേട്ടോ. അപ്പോൾ പ്രൈം നമ്പർ ആണോ ബേസ് പ്രൈം ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ. പ്രൈം അല്ല എങ്കിൽ അതിനെ പ്രൈം ആക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം വേണം പവറുകളുടെ കൂടെ +1 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. അടുത്തത് സംഖ്യാബന്ധങ്ങൾ എന്ന പാഠത്തിലെ ഒരു ചോദ്യമാണ്. ദ ലീവ്സ് നമ്പർ ബൈ വിച്ച് 60,500 മസ്റ്റ് ബി ഡിവൈഡഡ് ടു മേക്ക് ദ റിസൾട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഈ 60,500 എന്ന് പറയുന്ന സംഖ്യേനെ ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതൊരു പെർഫെക്റ്റ് സംഖ്യ ആക്കി മാറ്റാൻ കഴിയും. അപ്പോൾ പെർഫെക്റ്റ് സംഖ്യ മീൻസ് പെർഫെക്റ്റ് സ്ക്വയർ, പൂർണ്ണവർഗമാക്കി മാറ്റാൻ കഴിയുന്നത്. അപ്പോൾ പൂർണ്ണവർഗമാകണമെങ്കിൽ എന്താണ്? രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ആ നമ്പർ കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പൂർണ്ണവർഗം അഥവാ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 60,500നെ ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ഡിവിഷണൽ ഫ്രാക്ഷൻ നടത്തി വിത്ത് പ്രൈം നമ്പർ. അപ്പോൾ ആദ്യത്തെ ഇത് സീറോസ് വന്നുകൊണ്ട് നമുക്കിതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈവൻ നമ്പർ ആണല്ലോ. സോ ഇത് 30 5 2 ടൈംസ് ദെൻ 5 0 എഗെയിൻ 2 കൊണ്ട് ചെയ്തു. 1 5 1 2 5 വന്നു. വീണ്ടും നമ്മൾ 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല. 5 കൊണ്ട് ചെയ്യുമ്പോൾ 15-നകത്ത് 5 3 തവണ 0, 12-നകത്ത് 2 തവണ 5, 25-നകത്ത് 5 തവണ. എഗെയിൻ 5 കൊണ്ട് ചെയ്യുമ്പോൾ 6 5 30, 2-ലില്ല അപ്പോൾ 0 ഇട്ടു. 25-നകത്ത് 5 ടൈംസ്. വീണ്ടും നമ്മൾ 5 കൊണ്ട് ചെയ്തു. അപ്പം 6-ൽ 1 ടൈംസ്, റിമൈൻഡർ 1, 10-ൽ 2 ടൈംസ്, 5-ൽ 1 ടൈംസ്. ദെൻ 121 11 × 11 ആണല്ലോ. അപ്പോൾ നമ്മൾ ടീച്ചർ പറഞ്ഞിരുന്നത് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ജോഡിയായിട്ട് 2 പേരെ വീതം നമുക്ക് കിട്ടണം. ഇവിടെ 2 പേരുണ്ട്, 5-ന് 2 പേരുണ്ട്, 11-നും 2 പേരുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു 5 ഇല്ലായിരുന്നു എങ്കിൽ ഈ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാമായിരുന്നല്ലോ.
അപ്പോൾ ഏത് നമ്പർ ഡിവൈഡ് ചെയ്താൽ മതി? ഈ 5നെ അങ്ങ് ഡിവൈഡ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി 5നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ നമ്പർ എന്താ? ഒരു പെർഫെക്റ്റ് സ്ക്വയറായി മാറും. ഇനി ചിലപ്പോൾ ഇങ്ങനെയും ചോദ്യം ചോദിക്കാം കേട്ടോ. വിച്ച് നമ്പർ ഡിവൈഡഡ് ടു മേക്ക് ദ റിസൾട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ വിച്ച് നമ്പർ മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് ടു മേക്ക് എ റിസൾട്ട് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് ചോദിച്ചാലോ ഈ 5ന് ഒരാളെ കൂടെ കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഒരു 5 കൂടെ വന്നു കഴിഞ്ഞാൽ എന്താവും? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കണം മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. അടുത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്ററാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇതാണ് ഏരിയ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇനി ഒരു സ്ക്വയറിൻ്റെ കേസും കൂടി ഒരു റെക്റ്റാങ്കിളിൻ്റെ കേസ് കൂടി പറഞ്ഞേക്കാം. ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 2 സൈഡ്സ് പാരലൽ ആണല്ലോ. ഈ 2 പാരലൽ ലൈൻസ് ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലും ആകുമ്പോഴാണ് നമ്മളിതിനെ റെക്റ്റാങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ. എൽ ഇൻറ്റു ബി ആണ് ഏരിയ. ഇനി ഞാനതിനെ ഇങ്ങനെ നേരെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ ഇത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു സൈഡ്സ് ഓഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് എങ്ങനെയാണ് വിളിക്കാൻ കേട്ടോ. ഹൈറ്റ് ഇതിന് ഈ ബ്രെഡ്ത്തിന് ഹൈറ്റ് എന്നാണ് നമ്മൾ ഏരിയ പറയുമ്പോൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ. എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു വസ്തു അല്ലെങ്കിൽ 2 പാരലൽ ലൈൻസിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ദ പാരലലിൽ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു എന്ന് വിചാരിക്കുക. എത്ര ട്രയാങ്കിൾ വരച്ചാലും ആ ട്രയാങ്കിളിൻ്റെ എല്ലാ ഏരിയ എന്തായിരിക്കും? ഈ വരുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഹാഫ് ആയിരിക്കും. റെക്റ്റാങ്കിൾ ഒരു 50 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ ഏരിയ എന്തായിരിക്കും? 25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അത്രയുള്ള അതിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ചോദ്യം പറയാം. ചോദ്യം ഇതാണ്. ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവർ ഒരു ക്ലൂ തന്നിട്ടുള്ളത് AB = 10 cm എന്നും BC = 6 cm എന്നുമാണ്. അപ്പോൾ ഒരു ചോദ്യം എന്ത് ചോദിച്ചാലും നമുക്ക് വേഗം എന്ത് കണ്ടുപിടിക്കാൻ പറയാം? ഈ റെക്റ്റാങ്കിൾ ABCD എന്ന റെക്റ്റാങ്കിളിൻ്റെ ഫുൾ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ABCD എന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണല്ലോ. 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. ഏരിയ = 60 cm സ്ക്വയർ. ഒരു സംശയമില്ലല്ലോ നിങ്ങൾക്ക്. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ചെയ്യുമ്പോൾ കിട്ടും. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഷേപ്പിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആകെ ഉള്ളൊരു ക്ലൂ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ വെച്ചിട്ടുള്ള എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ നോക്കുക, ഇതാ ഇവിടെ അവരൊരു ക്ലൂ തന്നിട്ടുള്ളത് APയും DQയും സെയിം ലെങ്ത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ഞാൻ ഇവിടെ ഒരു പാർട്ടീഷൻ നടത്തുവാണെങ്കിൽ നോക്കിക്കോ. ഇങ്ങനെ പാർട്ടീഷൻ നടത്തുവാണെങ്കിൽ ഈ രണ്ട് ചെറിയ റെക്റ്റാങ്കിൾസ് ഉണ്ട്. റെക്റ്റാങ്കിൾസ് ഇവിടെ ഉണ്ടായാലും ഇത് APQD എന്ന റെക്റ്റാങ്കിളും PBCQ എന്ന റെക്റ്റാങ്കിളും. എന്തായാലും ഈ 2 റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഈ 60 കിട്ടുന്നത്. അത് ഉറപ്പല്ലേ? ഇനി ഇതിൻ്റെ ഹാഫാണല്ലോ ഇത്. ഈ 2 പകുതികൾ ചേരുന്നു. അതുപോലെ ഇതിൻ്റെയും നേർ പകുതിയാണല്ലോ ഇത്. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ നേർ ഹാഫാണിത്, ഈ റെക്റ്റാങ്കിളിൻ്റെ നേർ ഹാഫാണിത്. അപ്പോൾ ഈ 2 ഹാഫുകൾ തമ്മിൽ ചേരുമ്പോൾ നോക്കുക, ഇത് ഫുൾ ഏരിയ എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ ഇതിൻ്റെ പകുതികൾ രണ്ടും ചേരുമ്പോൾ കിട്ടുന്നതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കുമല്ലോ അല്ലേ? ഇതിനകത്ത് നമുക്ക് കുറച്ച് തിയറംസ് ആയിട്ടൊക്കെ എഴുതാനുണ്ട്, പക്ഷെ അത്രയൊന്നും ആവശ്യമില്ല. മുഴുവൻ ഏരിയ 60 ആണ്. ഇത് 2 പീസാക്കി കഴിയുമ്പോൾ ഈ 2 ഏരിയയും കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 60 കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതിയാണല്ലോ ഇത്. അതുപോലെ ഇത് ഈ ഒരു ഫുൾ റെക്റ്റാങ്കിളിൻ്റെ പകുതിയാണിത്. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഹാഫാണിത്. അപ്പോൾ ഈ 2 ഹാഫുകൾ തമ്മിൽ ചേരുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 30. എങ്കിൽ ഇത് രണ്ടും 30, ഇത് രണ്ടും 30 വന്നാൽ ടോട്ടൽ എന്ത് വരുള്ളൂ? 60 വരും. ഷെയ്ഡഡ് പോർഷൻ്റെ സം എന്ന് പറയുന്നത് 30, അൺഷെയ്ഡഡ് പോർഷൻ്റെ സം എന്ന് പറയുന്നത് 30. അങ്ങനെ 30 + 30 എന്ത് കിട്ടുള്ളൂ? 60. അപ്പോൾ ഷെയ്ഡഡ് പോർഷൻ്റെ മാത്രം ഏരിയ എത്രയാണ്? 30. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് തന്നിട്ടുണ്ട്. ബേസ് തന്നിട്ടുണ്ട്, ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ട് ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ക്യു എ എന്നാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ക്യു എ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ രണ്ട് സൈഡ് ഉപയോഗിച്ച് ഇത് കണ്ടെത്തുക, അല്ലെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിക്കുക, അങ്ങനെ പല പല ചിന്തകളൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടെത്താമല്ലോ. ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 8, 48/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 മീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ ഇങ്ങനെ വെച്ചാലും എന്താണ്, എല്ലാം ഏരിയ എന്ത് തന്നെയാണ്, 24 മീറ്റർ സ്ക്വയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് ഇതും ഹൈറ്റ് ഇതും ആക്കിയ ഒരു പ്രശ്നവും ഇല്ലല്ലോ. അപ്പോൾ നോക്കുക, ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 10 ഇൻറ്റു ഈ ഹൈറ്റ് ക്യു എ ആണ് നമുക്കറിയില്ലാത്ത, ക്യു എ എന്ന് വിളിക്കാമല്ലോ ഹൈറ്റ്, ഈക്വൽ ടു ആണ് എത്ര, 24 എന്ന് വന്നിരിക്കുന്നത്. അപ്പം 10/2 കട്ട് ചെയ്താൽ എന്ത് എഴുതാം, 5 ഇൻറ്റു ക്യു എ ഈക്വൽ ടു 24 എന്ന് വരും. സോ ക്യു എ ഈക്വൽ ടു 24/5. 24നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4, 5, 20. റിമൈൻഡർ 4. പോയിൻ്റ് ഇട്ടിട്ട് 0 ഇട്ടാൽ 8, 5, 40. സോ അവർ ഓപ്ഷൻ ഈസ് 4.8 മീറ്റർ. ഈക്വൽ ഏരിയ ഈക്വൽ ആണെന്നുള്ള കോൺസെപ്റ്റ് എടുത്താണ് കേട്ടോ നമ്മൾ ആ ഇക്വേഷനിൽ കൂടെ ഒന്ന് യാത്ര ചെയ്തത്. ഒന്നുകൂടി കാണിച്ചു തരാം ഞാൻ, നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ. നമുക്കറിയാം ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു നമുക്ക് കിട്ടി 24 എന്നല്ലേ. 6 8s are 48 ഡിവൈഡഡ് ബൈ 2 24 എന്ന് കിട്ടി. ഇനി ഈ ഏരിയ ഈ ട്രയാങ്കിൾ ഇങ്ങനെ ചരിച്ച് വെച്ചാലും എങ്ങനെ വെച്ചാലും ഏരിയ സെയിം തന്നെയല്ലേ. അപ്പോൾ ഇത് ബേസ് ആക്കി എടുത്തു. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അങ്ങനെ ചെയ്താലും 24 തന്നെയാണ്. അപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു ബേസ് 10 എന്ന് എടുത്തു, ഹൈറ്റ് ഇതാണല്ലോ, ആ ഹൈറ്റ് അങ്ങനെ തന്നെ എഴുതി ഈക്വൽ ടു 24. ഇനി എന്ത് ചെയ്യാം, നമുക്കിനെ 10/2 5 h is equal to 24 എന്ന് എഴുതാം. h ഈക്വൽ ടു 24/5, അതായത് 4.8. അപ്പോൾ ഹൈറ്റ് എത്രയാണ്, 4.8. അല്ലെങ്കിൽ നോക്കി 4.8 ഇൻറ്റു 10 എത്രയാണെന്ന് നോക്കിയേ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അതായത് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 4.8 എന്ന് വെച്ചാൽ വരും 48/2. എത്രയായിട്ട് കണ്ടോ, 24 തന്നെ വന്നുണ്ടോ. എങ്ങനെ ചെയ്താലും ആൻസർ ഓക്കെ. അടുത്ത സ്ക്വയർ ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് എന്നുള്ളതാണേ. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ആ ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. രണ്ട് നമ്പേഴ്സിൻ്റെ പവർ ഒരേപോലെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഇതാണ് എന്ത്, സ്ക്വയർ എന്ന് പറയുന്നത്. അത് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ചവരെയാണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പം 2 സ്ക്വയർ, 2ൻ്റെ സ്ക്വയറാണ് എന്ത്, 4. 4ൻ്റെ സ്ക്വയർ റൂട്ടാണ് 2. തിരിച്ച് പറയണം, മനസ്സിലായോ. സ്ക്വയർ റൂട്ടിൻ്റെ ചിഹ്നമാണ് ഇത് കേട്ടോ. സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം കണ്ടുപിടിക്കുക. 16ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ 4. 36ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ 6 6 are 36. അപ്പോൾ 6 ആണ്. ക്ലിയർ അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 169 ഈക്വൽ ടു 36/26 എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു എന്ത്. സോ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എഴുതി. സ്ക്വയർ റൂട്ട് ഓഫ് 169 നമുക്കറിയാം എത്രയാ, 13 ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 26. ഇനി 30 നമുക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ റൂട്ട് എക്സ് ഈക്വൽ ടു 36 ഇൻറ്റു 13/26. ഇത് രണ്ടും കൂടി കട്ട് ചെയ്താൽ ബൈ 2 വരും താഴെ. അപ്പം റൂട്ട് എക്സ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ എന്ത് വരും, 2. അതായത് റൂട്ട് എക്സ് ഈക്വൽ ടു 18. അപ്പം ഏതോ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് ഓഫ്, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, 18ൻ്റെ സ്ക്വയർ എടുത്താൽ പോരെ.
x equal to 324. മനസ്സിലായി? സോ അവർ ആൻസർ ഈസ് 324. ഇവിടെ 3 raised to n equal to 729 ആണെങ്കിൽ n is equal to എന്തെന്നാണ്. അപ്പം 3 raised to n equal to 729. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ 729 കൂടെ 3യുടെ പവറാക്കി എഴുതാൻ നോക്കണം. അപ്പോൾ 729 പവറാക്കാൻ പോവാണ് 3യുടെ. അപ്പം 3-7-നകത്ത് 3 2 തവണ, 12-നകത്ത് 4 തവണ 3. എഗെയിൻ 3 കൊണ്ട് ചെയ്യുമ്പോൾ 8 1, 3 കൊണ്ട് ചെയ്യുമ്പോൾ 27, 3 കൊണ്ട് ചെയ്യുമ്പോൾ 9, 3 എത്ര 3 വന്നു? 1 2 3 4 5 6. സോ 3 raised to 6 ആണിത് കേട്ടോ. 3 raised to n equal to 3 raised to 6 എന്നാണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? 3 raised to n സ്ക്വയർ എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 raised to 6 സ്ക്വയർ എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 raised to 6 all raised to 2 എന്ന് വെച്ചാൽ എന്ത് വരും? 3 raised to 12. സോ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? ആൻസർ എന്നിന് പവരോടെ വന്നത് 12 വന്നു. സോ ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ. സ്ക്വയർ റൂട്ടിൻ്റെ സ്ക്വയർ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് വരും? റൂട്ടും പോയി സ്ക്വയറും പോയി എന്ത് വരും? n equal to എന്ന് വരും കേട്ടോ. 3 raised to n equal to 3 raised to 12. സോ n equal to 12. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1/9 x raised to 16? സ്ക്വയർ റൂട്ട് ഓഫ് 1/9 x raised to 16. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ 1/9 1ൻ്റെ സ്ക്വയർ റൂട്ട് 1 തന്നെ, 9ൻ്റെ സ്ക്വയർ റൂട്ട് 3, x raised to 16ൻ്റെത് x raised to 4. ഓക്കെ, അപ്പോൾ 1/3 x raised to 4. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 1/9 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് റേസ് ടു 16. അപ്പോൾ 1/9ൻ്റെത് 1/3 നമുക്ക് എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് റേസ് ടു 16 ഇവിടെ ശ്രദ്ധിച്ചോളൂ ഒരു കാര്യം. nth റൂട്ട് ഓഫ് എക്സ് മീൻസ് നമുക്കതിനെ എക്സ് റേസ് ടു 1/n എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് റേസ് ടു 1/2 ആണ്. അപ്പോൾ ഇത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് റേസ് ടു 16 നമുക്ക് എക്സ് റേസ് ടു 16 ഓൾ റേസ് ടു 1/2 എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് വരും? എ റേസ് ടു എം ഓൾ റേസ് ടു എന്ന് വെച്ചാൽ എക്സ് റേസ് ടു 16/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 18. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1/3 എക്സ് റേസ് ടു 8 കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗിവൺ ഫിഗർ? അപ്പോൾ നോക്കുക, ഇതിനെ നമുക്ക് ഫുൾ റെക്റ്റാങ്കിൾ ആക്കി എടുത്താൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഫുൾ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഉപയോഗിച്ച് 10 × 40 400 എന്ന് എഴുതാം. 400 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ നിന്നും നമ്മൾ ഇതാ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെന്ന് കൺസിഡർ ചെയ്താൽ ആ റൈറ്റ് ട്രയാങ്കിളിനെ അങ്ങ് മൈനസ് ചെയ്താൽ മതിയല്ലോ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് എത്ര എവിടെ 8 ഇൻറ്റു ഹൈറ്റ് എത്ര 6. സോ 6 8s are 48 divided by 2 that is equal to 24. 400 minus 24. Answer is 376 centimeter square. അതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി കേട്ടോ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു ഇസഡ്. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു ഇസഡും ചെയ്യണം, വൈ ഇൻറ്റു ഇസഡും ചെയ്യണം. ദാറ്റ് ഈസ് എക്സ് ഇസഡ് മൈനസ് വൈ ഇസഡ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഇതാവുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇവിടെ അഡ്ജസൻ്റ് കോളങ്ങളിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്ത് അതാണ് അതിന് ടോപ്പ് മോസ്റ്റ് ലൈനിൽ എഴുതേണ്ടത്. ഇവിടെയുള്ള നമ്പർ ആഡ് ചെയ്ത് ഇവിടെ എഴുതുന്നു, ഇതും ആഡ് ചെയ്ത് ഇവിടെ എഴുതുന്നു, ഇതും ആഡ് ചെയ്ത് ഇവിടെ എഴുതുന്നു. അങ്ങനെ എഴുതി വരുമ്പോൾ ടോപ്പ് മോസ്റ്റ് ലൈനിലുള്ള നമ്പർ ഈ പറഞ്ഞ കണ്ടീഷനിൽ ഏതാവാനാണ് സാധ്യത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇഷ്ടമുള്ള നമ്പർ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഏത് എഴുതിയാലും കുഴപ്പമില്ല. 1 എഴുതി, 7 1 8 1 എന്തും കൂടിയാണ് 7, 1 6 6 7 13 8 7 15 13 7 20 then 35. 7 ഇൻറ്റു എന്താണ് 35? 7 ഇൻറ്റു 5.
സോ അവർ ആൻസർ ഈസ് ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് 5 times 7. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി നോക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഏത് ഇന്ന നമ്പർ കൊടുക്കണമെന്നൊന്നും ഇഷ്ടമുള്ളത് നിങ്ങൾ ഏത് നമ്പർ കൊടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും.